മാറ്റില്ല. ചേർത്ത് ഓം നമോ ഭഗവതേ വാസുദേവായ. 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 നാരായണം നമസ്കൃത്യം നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ നിത്യം ഭാഗവതസേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ ഭക്തിർഭവതി നൈഷ്ഠികേ. മൂകം കരോതി വാചാലം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം മൂകം ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം ശ്രീഗുരുദീനതാരിണം ശ്രീചൈതന്യമീശ്വരം ശ്രീചൈതന്യമീശ്വരം ശ്രീപരമാനന്ദമാധവം. പരമാനന്ദമാധവം. ഭഗവത്ഗീത അധ്യായം 15 ശ്ലോകം 18. 15 അധ്യായം 18 ശ്ലോകം. യസ്മാദക്ഷരമതീതോ യസ്മാദക്ഷരമതീതോ അഹം അക്ഷരാദപി ചോത്തമ അഹം അക്ഷരാദപിചോത്തമഃ. അദോസ്മി ലോകേ വേദേ അദോസ്മി ലോകേ വേദേ വേദേ ച വേദേ ച പ്രതിതാ പുരുഷോത്തമ. പ്രഹിതാ പുരുഷോത്തമഃ. യസ്മാദക്ഷരമതീതോ യസ്മാദക്ഷരമതീതോ അഹം അദപി ചോത്തമ അഹം അക്ഷരാദപിചോത്തമഃ. അദോസ്മിൻ ലോകേ വേദേ ച അദോസ്മി ലോകേ വേദേ ച പ്രതിതാ പുരുഷോത്തമ. പ്രഹിതാ പുരുഷോത്തമഃ. യസ്മാദക്ഷരമതീതോ യസ്മാദക്ഷരമതീതോ അഹം അദപി ചോത്തമ അഹം അക്ഷരാദപിചോത്തമഃ. അദോസ്മി ലോകേ വേദേ ച അദോസ്മി ലോകേ വേദേ ച പ്രതിതാ പുരുഷോത്തമ. പ്രഹിതാ പുരുഷോത്തമഃ. യസ്മാദക്ഷരമതീതോ യസ്മാദക്ഷരമതീതോ അഹമക്ഷരാദപിചോത്തമഃ. അഹമക്ഷരാദപി ചോത്തമ അദോസ്മി ലോകേ വേദേ ച അദോസ്മി ലോകേ വേദേ ച പ്രഹിതാ പുരുഷോത്തമഃ. പ്രതിതാ പുരുഷോത്തമ. യസ്മാദക്ഷരമതീതോ യസ്മാദക്ഷരമതീതോ അഹമക്ഷരാദപിചോത്തമഃ. അഹമക്ഷരാദപി ചോത്തമ അദോസ്മി ലോകേ വേദേ ച അദോസ്മി ലോകേ വേദേ ച പ്രതിതാ പുരുഷോത്തമഃ. പ്രതിതാ പുരുഷോത്തമ. യസ്മാദക്ഷരമതീതോ അഹം യസ്മാദക്ഷരമതീതോ അക്ഷരാദപിചോത്തമഃ. അഹമക്ഷരാദപി ചോത്തമ അദോസ്മി ലോകേ വേദേ ച അദോസ്മി ലോകേ വേദേ ച പ്രതിതാ പുരുഷോത്തമഃ. പ്രതിതാ പുരുഷോത്തമ. യസ്മാദക്ഷരമതീതോ യസ്മാദക്ഷരമതീതോ അഹമക്ഷരാദപിചോത്തമഃ അഹമക്ഷരാദപി ചോത്തമ അദോസ്മി ലോകേ വേദേ ച അദോസ്മി ലോകേ വേദേ ച പ്രതിതാ പുരുഷോത്തമഃ. പ്രതിതാ പുരുഷോത്തമ. യസ്മാദക്ഷരമതീതോ അഹമക്ഷരാദപി ചോത്തമ അദോസ്മി ലോകേ വേദേ ച പ്രതിതാ പുരുഷോത്തമ. യസ്മാദക്ഷരമതീതോ അഹമക്ഷരാദപി ചോത്തമ അദോസ്മി ലോകേ വേദേ ച പ്രതിതാ പുരുഷോത്തമ. യസ്മാദക്ഷരമതീതോ അഹമക്ഷരാദപി ചോത്തമ
പ്രതിതാ പുരുഷോത്തമ യസ്മാദക്ഷരമതീതോ അഹമക്ഷരാദവിചോത്തമ അദോസ്മി ലോകേ വേദേ ച പ്രതിതാ പുരുഷോത്തമ യസ്മാദക്ഷരമതീതോ അഹമക്ഷരാദവിചോത്തമ അദോസ്മി ലോകേ വേദേ ച പ്രതിതാ പുരുഷോത്തമ യസ്മാത് യാതൊന്നിന് ഹേതുവായിട്ട് അഹം ഞാൻ ശരത്തെ ശരമായ ജീവാത്മാക്കൾക്ക് അതീതനാകുന്നു അക്ഷരാദപി അക്ഷരനേക്കാളും അനശ്വരമായവരെക്കാളും ഉത്തമാച ഉത്തമനാകുന്നു അതാ അതുകൊണ്ട് ലോകേ ലോകത്തിലും വേദേച്ച വേദത്തിലും പുരുഷോത്തമച പുരുഷോത്തമനെന്ന് പ്രതിതാസ്മി ഞാൻ പ്രസിദ്ധനാണ്. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശീലപ്രഭുപാദ് കി ജയ്. വിവർത്തനം ഞാൻ ഇന്ദ്രിയാതീതനും ശരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമനെന്ന് പുകഴ്ത്തുന്നു. ഭാവാർത്ഥം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനെ അതിശയിക്കാൻ ബദ്ധജീവാത്മാക്കൾക്കാകട്ടെ മുക്തനാകട്ടെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പുരുഷോത്തമനെന്ന് പറയപ്പെടുന്നു. ജീവാത്മാക്കളും ഭഗവാനും വ്യക്തികളാണെന്ന് ഇവിടെ സ്പഷ്ടമാക്കുന്നുണ്ട്. ജീവാത്മാക്കൾക്ക് ബദ്ധാവസ്ഥയിലും മുക്താവസ്ഥയിലും അചിന്ത്യങ്ങളായ ഭഗവാന്റെ ശക്തികളെ അവയുടെ പരിണാമത്തിൽ അതിശയിക്കാനായില്ലെന്ന് മാത്രമാണ് വ്യത്യാസം. ഭഗവാനോട് എല്ലാ പ്രകാരവും സമശിഷ്യരാണ് ജീവാത്മാക്കൾ എന്ന ധാരണ തെറ്റ് തന്നെ. അവരുടെ വ്യക്തിത്വങ്ങൾ ഉത്തമ അധമ ഭേദം എന്നും ഉണ്ടായിരിക്കും. ഉത്തമ എന്ന പദം അനർത്ഥമാണിവിടെ. ഭഗവാനെ കവിഞ്ഞു നിൽക്കാൻ ആർക്കും സാധ്യമല്ല. ഇവിടെ ലോകെ എന്ന പദം പുരുഷാഗമനത്തിൽ സ്മൃതി ഗ്രന്ഥങ്ങൾ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ലോകകൃതി വേദാർത്ഥോ നേന വേദങ്ങളുടെ ഉദ്ദേശ്യവും സ്മൃതി ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നുവെന്ന് നിരുക്തം. സ്ഥാനീയ പരമാത്മാവായ ഭഗവാനെക്കുറിച്ച് വേദങ്ങളിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ചാന്തക്യോപനിഷത്ത് 8:12-3 പറയുന്നു, താവത് ഏഷസ്വം പ്രസാദോ സ്മരാച്ചരിരാ സമുത്തയ പരം ജ്യോതിരൂപം സമ്പത്യ സേനരൂപേണ ഭിന്നിഷ്ടപത്യതേ സ ഉത്തമ പുരുഷ. ശരീരം വിട്ടു വരുന്ന പരമാത്മാവ് വ്യക്തിശൂന്യ ബ്രഹ്മജ്യോതിസിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് സ്വന്തം രൂപത്തോടെ ആധ്യാത്മിക തലത്തിൽ വാഴുന്ന പരംപുരുഷൻ എന്നറിയപ്പെടുന്നു. പരംപുരുഷൻ ആത്യന്തികമായി തൻ്റെ ആധ്യാത്മിക ജ്യോതിസിനെ വെളിപ്പെടുത്തുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. ആ പരംപുരുഷന് പരമാത്മാവെന്ന നിലയിൽ ഒരു മൂർത്തിഭാവമുണ്ട്. പരാശരമുനിയുടെയും സത്യവതിയുടെയും മകനായി ജനിച്ച അദ്ദേഹം വ്യാസൻ എന്ന പേരിൽ വേദങ്ങളെ വിശദീകരിച്ചു. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം येन तस्मै श्री गुरुवे नमः. नमो विष्णुपदाय कृष्णकृष्णाय भूतले श्रीमते भक्तिवेदांत स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणि प्रजागिने निर्विशेष शून्यवादी पाश्चात्य देशकारिणे पाञ्चकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. आनंद कोटि वैष्णव की जय. श्रील प्रभुपाद की जय. ഹരേ കൃഷ്ണ. ഇത് ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. നമ്മൾ അത്രയും കേട്ടിട്ടില്ല എങ്കിൽ പോലും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിന് ഒരിക്കലും നമുക്ക് അതിന് ഒരു കുറവ് പറയാനായിട്ട് പറ്റില്ല. അത്രയും ഉന്നതമായൊരു ശ്ലോകമാണിത്. കാരണം നമ്മളെല്ലാവരും ഭാരതത്തിൽ ജനിച്ച് നമുക്ക് ഈശ്വരനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം
വളരെ വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു ഈ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പ് വരെ. ഭാരതത്തിൻ്റെ തത്വശാസ്ത്രങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് നമ്മൾ ബ്രഹ്മത്തിൽ നിന്നാണ് വന്നത്, നമ്മൾ തിരിച്ച് ബ്രഹ്മത്തിലേക്ക് പോകും, നമ്മളെല്ലാം ഒന്നാണ്, ഈശ്വരനും നമ്മളും എല്ലാം ഒന്നാണ് എന്നുള്ളൊരു തത്വശാസ്ത്രമാണ് പൊതുവെ ഒരു 99% ഈ ഭാരതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. യോഗ പദ്ധതികളാകട്ടെ, ഒരു എല്ലായിടത്തും ആർക്കും ഈ ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. എല്ലാവരും പറയുന്നത് നമ്മൾ മുക്തിക്ക് ശേഷം ഈശ്വരനായി മാറും എന്നുള്ളൊരിതാണ്, എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ഇതാണ് പറയുന്നത്. അപ്പം അതിന് ഒരു കറക്റ്റായിട്ട് ഒരു വ്യക്തമായിട്ടുള്ളൊരു തിരുത്ത് നൽകി തരികയാണ് ഭഗവാൻ ഇവിടെ ചെയ്തു തരുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ പ്രാധാന്യം എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെല്ലാവരും മനസ്സിലാക്കി വച്ചേക്കേണ്ട ഒരു ശ്ലോകമാണിത്. കാരണം ഭഗവാൻ ഇവിടെ രണ്ട് കൂട്ടരെ ഇതിനു മുമ്പ് ഭഗവാൻ പറയുന്നുണ്ട്, ക്ഷരങ്ങളും അക്ഷരങ്ങളും. ക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റ് പറ്റുന്നവർ, അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റ് പറ്റാത്തവർ. ഒരിക്കലും തെറ്റുപറ്റാത്തവർ എപ്പോഴും ആത്മീയ ലോകത്തിൽ ഭഗവാനോടൊപ്പം ഉണ്ടാവും. അവർ ആത്മീയ ലോകത്തിൽ അവർക്ക് വീഴ്ച പറ്റില്ല. തെറ്റ് പറ്റുന്നവരാണ് നമ്മളെല്ലാവരും ഈ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുകയാണ്. അപ്പം ഭൗതിക ലോകത്തിലുള്ളവരെല്ലാം തെറ്റ് പറ്റുന്നവരും ആത്മീയ ലോകത്തിലുള്ളവരെല്ലാം തെറ്റ് പറ്റാത്തവരുമാണ്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഇപ്പം തെറ്റ് പറ്റുന്നവരായിട്ടുള്ള നമ്മൾ മുക്തി നേടിക്കഴിഞ്ഞാൽ, മോക്ഷം നേടിക്കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് പറ്റാത്തവരായി മാറും. നമ്മൾ ക്ഷരങ്ങളായിട്ടുള്ള നമ്മൾ അക്ഷരങ്ങളായിട്ട് മാറും. അപ്പം അക്ഷരങ്ങളായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ലെങ്കിൽ നമ്മൾ ദൈവമായി മാറി എന്ന് നമുക്കൊരു ധാരണ വരും. നമ്മളെല്ലാം തിരിച്ച് ദൈവത്തിലേക്ക് ലയിച്ചു ചേർന്ന് നമ്മൾ ദൈവമായി മാറും. ഇതെല്ലാം നമുക്ക് എവിടെ നോക്കിയാലും, പൊളിറ്റിക്സിൽ നോക്കിയാലും, ആരെങ്കിലും വലിയ ഈ പണ്ഡിതരെന്ന് അവകാശപ്പെടുന്നത് കുറച്ചൊക്കെ ഭൗതിക ജ്ഞാനമുണ്ട്, അതേസമയം കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ വേദജ്ഞാനമൊക്കെ കിട്ടി ബുക്കുകളും അതും ഇതുമൊക്കെ വായിച്ചിട്ടുള്ള ആൾക്കാർ, പറയപ്പെടുന്ന വലിയ വലിയ സന്യാസിമാർ, വലിയ പണ്ഡിതർ, ഇവരെല്ലാവരും ഈ ഒരു ധാരണയിലാണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. നമ്മളെല്ലാവരും ഈശ്വരനാണ്, ഈശ്വരൻ്റെ അംശമാണ്, ഈശ്വരൻ ആയിട്ടുള്ള നമുക്ക് വീഴ്ച പറ്റിയതാണ് ഈ ഭൗതിക ലോകത്തിൽ വന്നത്. നമ്മൾ തിരുത്തി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഈശ്വരനായി മാറും എന്നുള്ളത്. പക്ഷെ ഇവിടെ ഭഗവാൻ അതിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു നിർദ്ദേശം നമുക്ക് തരികയാണ്. തെറ്റ് പറ്റാത്തവരുമുണ്ട്, തെറ്റ് പറ്റുന്നവരുമുണ്ട്. പക്ഷേ ഞാൻ എന്ന് പറയുന്നത് ഭഗവാൻ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. ഭഗവാൻ ഇങ്ങനെയാണ്, അക്ഷരാദപി ഉത്തമാച, അക്ഷരനേക്കാളും അനശ്വര ആയവരെക്കാളും ഉത്തമാച, ഉത്തമനാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പം മുക്തി നേടിയ പൂർണ്ണ പരിശുദ്ധ വ്യക്തികൾ, പരിശുദ്ധ ആത്മാക്കളും ബദ്ധാവസ്ഥയിലുള്ള നമ്മളെപ്പോലുള്ള ജീവജാലങ്ങളും ഒക്കെ നോക്കിയാലും എന്തായാലും നമുക്കറിയാം ഭഗവാൻ ബദ്ധാവസ്ഥയിലുള്ളവരെക്കാളും ഉയരെയാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഇവര് അങ്ങനെയാണ്. നമ്മുടെ ചിലപ്പോൾ പൂർവികരെയൊക്കെ നമ്മൾ ഒരു ഇതൊക്കെ എടുത്ത് ദൈവമായിട്ട് ആരാധിക്കുന്ന ചടങ്ങുകളൊക്കെ ഭാരതത്തിലുണ്ട്. നമ്മുടെ പൂർവികരായിട്ട് മരിച്ചുപോയ ആൾക്കാർ അത് മോക്ഷപ്രാപ്തി നേടി അവർ ദൈവമായി മാറി അവരുടെ അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പറയാണ്, അക്ഷരാദപി ഉത്തമാച, ഞാൻ പരിശുദ്ധി നേടിയ എല്ലാ ആത്മാക്കളെക്കാട്ടിലും ഉത്തമനാകുന്നു എന്ന് ഭഗവാനോട് വ്യക്തമായിട്ട് പറയുന്നു. ഇതാണ് മായാവാദ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ മുക്തി അടഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഈശ്വരനും ഒന്നായി തീർന്നു എന്നുള്ളതാണ്. ഞാൻ ഈശ്വരനാകുന്നു എന്നുള്ള തത്വചിന്തയാണ് മായാവാദ സിദ്ധാന്തം. അപ്പോൾ ഇവിടെ ഖണ്ഡിച്ചു തരികയാണ് ഭഗവാൻ, വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്, നമ്മൾ എത്ര മുക്തി നേടി എത്ര പരിശുദ്ധി നേടിയാലും ഭഗവാനോളം നമുക്ക് വരാനായിട്ട് പറ്റില്ല. ഭഗവാന്റെ ഒരു അംശമായിട്ട് നമുക്ക് തുടരാനേ പറ്റുള്ളൂ. ഭഗവാന്റെ അചിന്ത്യ ശക്തികളുടെ ഉപരിയായിട്ട് നമുക്ക് വരാൻ പറ്റില്ല. ശ്രീല പ്രഭുപാദ എപ്പോഴും പറയാറുണ്ട്, നോ വൺ ക്യാൻ ബി ഈക്വൽ വിത്ത് ഗോഡ്, നോ വൺ ക്യാൻ സർപ്പാസ് ഗോഡ്. ആർക്കും ഈശ്വരന് അതീതനാകാൻ പറ്റില്ല, ഈശ്വരന് തുല്യനാകാനും സാധിക്കില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ
മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ പൊളിറ്റിക്സ്, ഇപ്പോൾ ഈ നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നവർ, ഇങ്ങനെയുള്ളവർ ഈ ചിന്താഗതിയാണ് പുലർത്തിയിരിക്കുന്നത്. നമുക്ക് പൊളിറ്റിക്സ് ലീഡേഴ്സ്, നരേന്ദ്രമോദി അതേപോലത്തുള്ള ലീഡേഴ്സിൻ്റെയൊക്കെ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവരെല്ലാം ഈ ഒരു തത്വചിന്തയാണ് പിന്തുടരുന്നത്. എല്ലാം അവസാനം ഒന്നായി തീരും എന്നുള്ളൊരു തത്വചിന്തയാണ്. വളരെ നമുക്കൊരു ഭാഗ്യമാണ് ഇതുപോലെ ശ്രീല പ്രഭുപാദിൻ്റെ പ്രസ്ഥാനത്തിൽ വന്ന് പെടാനായിട്ട് പറ്റിയത്. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലുള്ള ചിന്തയിലായിരിക്കും ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈശ്വരനെ ഞാനും ഒന്നാണെങ്കിൽ ക്രമേണ നമുക്ക് ഈശ്വരനെ ആരാധിക്കേണ്ട ആവശ്യം എന്തുകൊണ്ട് വരുന്നില്ല. ഇപ്പം ഞാൻ ഈശ്വരനായി തീരുവാണെങ്കിൽ ഞാൻ എന്തിനാണ് വേറൊരു വിഗ്രഹത്തിന് പോയി നമസ്കരിക്കുന്നത്? ഞാൻ എന്തിനാണ് വേറൊരു വിഗ്രഹത്തിന് പോയി സേവനങ്ങൾ അർപ്പിക്കുന്നത്? ഞാൻ എനിക്ക് തന്നെ സേവനം അർപ്പിച്ചാൽ പോരെ എന്നൊരു ധാരണ വന്നു ചേരും. നമ്മൾ ഈശ്വരനാണെങ്കിൽ എന്തിനാണ് ഞാൻ ഒരു സെപ്പറേറ്റ്, ഞാൻ വേറൊരു, അതും അദ്ദേഹം ഇതും ഞാൻ ഒന്നാണ്, പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെ സേവനം? ആ സേവന മനോഭാവത്തെ ക്രമേണ ഇല്ലാതായി തീരും. ഒരു ജീവാത്മാവിന് നൈസർഗികമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് സേവനം, ഈശ്വരനെ സേവിക്കുക എന്നുള്ളത്. മായാവാദത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മായാവാദം പുറമേ കാണുമ്പോൾ അത് ആത്മീയതയായിട്ട് തോന്നും. ഇവിടെയുള്ള പല ചൈതന്യ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സന്യാസിമാരും ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ ഇവിടെയൊക്കെ ഈ ഭാഗവത പ്രഭാഷണങ്ങളും ഒക്കെ എടുക്കുന്ന അവരെല്ലാം ഇതാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ അവസാനം ഈശ്വരനാണെന്നൊക്കെയുള്ള ഇതാണ് അവർ പറയുന്നത്. വളരെ ക്രൂരമായിട്ട് ജനങ്ങളെ ചീറ്റ് ചെയ്യാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. കാരണം അവരെല്ലാം ഭാഗവതം കേൾക്കാൻ വേണ്ടി ആൾക്കാർ, നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ പോയി അവിടെ ഇരുന്ന് കേൾക്കുമ്പം അവസാനം അവരുടെ ഈ ഒരു ചിന്താഗതിയാണ് അവരുടെ ഹൃദയത്തിൽ അവരെ അടിച്ചേൽപ്പിക്കുന്നത്. നിങ്ങൾ ഈശ്വരനാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരുടെ നാമം വേണമെങ്കിലും വിളിക്കാം, നാമത്തിനൊരു പ്രാധാന്യമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഷഡ്വിജപ്രഭു അത് പറഞ്ഞിരുന്നു. അവിടെ കാണുന്ന ഏത് അമ്പലത്തിലാണ് പ്രഭാഷണം ചെയ്യുന്നത് വെച്ചാൽ ആ അമ്പലത്തിലെ വിഗ്രഹത്തിൻ്റെ നാമം ജപിക്കാനായിരിക്കും അവർ പറഞ്ഞത്. കാരണം എവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരുടെ നാമം വിളിക്കാം, ആരെ വേണമെങ്കിലും ഇത് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ അവസാനം ഈശ്വരനായി തീരും. നമുക്ക് കല്ലിനെ വേണമെങ്കിൽ, നമ്മുടെ അപ്പൂപ്പൻ മരിച്ചുപോയ അപ്പൂപ്പനെ നമുക്ക് ദൈവമായിട്ട് ആരാധിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനം നമ്മൾ ഈശ്വരനെ ഒന്നാണെന്നുള്ളൊരു ധാരണയിലേക്ക് കൊണ്ടുചെല്ലും. നമ്മൾ ഈശ്വരൻ ഒന്നാണ് എന്നുള്ള ധാരണ എത്തിക്കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ സേവന മനോഭാവം കുറഞ്ഞു വരും. എനിക്ക് എൻ്റെ റിലേറ്റീവായിട്ടുള്ളൊരു സ്വാമിയെ അറിയാം. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പക്ഷെ ആ ഒരു ഹമ്പിൾനെസ് ഒന്നും അദ്ദേഹത്തിന് വരുന്നില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു ഇതാണ് അദ്ദേഹത്തിന് പ്രായം ഒരുപാടായെങ്കിലും ആ ഹമ്പിൾനെസ്സും, ഞാൻ സേവനം ചെയ്യണം എന്നുള്ള, ഈശ്വരനെ സേവിക്കണം, എല്ലാം അറിയാം, പണ്ഡിതനാണ് എന്നുള്ളൊരു ഇതിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ ഒരു തത്വചിന്തയാണ് അദ്ദേഹം പിന്തുടരുന്നത്. അപ്പോൾ ആ അവസാന കാലഘട്ടത്തിൽ പോലും ആ ഒരു ഹ്യൂമിലിറ്റിയിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല. അപ്പം നമ്മൾ ഈശ്വരൻ എപ്പോഴും ഉന്നതനാണ്, ഞാൻ ഒരിക്കലും ഈശ്വരൻ്റെ തലത്തിൽ എത്തത്തില്ല എന്നുള്ള ധാരണയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ നിരന്തരം ഈശ്വരനെ സേവിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഈശ്വരൻ ഒന്നാണിപ്പോൾ ഒരു SI ഉണ്ട്, ഒരു പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട്. അപ്പം SI എന്തായാലും കോൺസ്റ്റബിൾ സെർവ് ചെയ്യും, അയാൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് സെർവ് ചെയ്യും. പക്ഷെ SIക്ക് കോൺസ്റ്റബിളിന് അങ്ങനെ ഒരു ധാരണയുണ്ട്, ഞാൻ യഥാർത്ഥത്തിൽ SI ആണ്, ഞാൻ SI ആണ് എന്നുള്ളൊരു ധാരണ ആ കോൺസ്റ്റബിളിനുണ്ടെങ്കിൽ എത്ര നാൾ ആ കോൺസ്റ്റബിൾ SIയെ സെർവ് ചെയ്യും? കുറച്ച് കഴിയുമ്പോഴത്തേന് അയാൾക്കത് മടുക്കും. ഇതാണ് മായാവാദ ഭാഷ്യത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് നമ്മളൊക്കെ പലപ്പോഴും ആത്മീയത എന്ന് കരുതി പല പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനകത്തെല്ലാം ഈ ഒരു പോയിസൺ അതിനകത്ത് വരുന്നുണ്ട്, നമ്മൾ ഈശ്വരന് ഒന്നാണെന്നുള്ള. അതുകൊണ്ട് തന്നെയാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, മായാവാദ ഭാഷ്യ സുനിധി സർവനാശ്. ആരൊക്കെ മായാവാദ ഭാഷ്യം കേൾക്കുന്നോ അവരുടെ ഭക്തി ക്രമേണ നഷ്ടപ്പെടുമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തരുന്നത്. നമ്മുടെ സേവന മനോഭാവം ക്രമേണ പോകും.
ഏതോ ആത്മീയതയല്ലേ, ഭാഗവതം എടുത്തല്ലേ പറയുന്നത്, ഭഗവത്ഗീത എടുത്തല്ലേ പറയുന്നത്, അതിനകത്തൊക്കെ എന്താണുള്ളത്, എന്തായാലും നല്ല കാര്യമല്ലേ പറയുന്നത്. പക്ഷേ അതിനകത്തൂടെ ഈ പോയിസണും കൂടെ വരും. നമ്മൾ ഈശ്വരനോ അവസാനം നമ്മൾ ഈശ്വരനെ ലയിച്ച് ചേരും, ഒന്നായി തീരും എന്നൊക്കെയുള്ള ചിന്താഗതി വരും. അപ്പോൾ അത് നമുക്ക് വളരെ ശ്രദ്ധിക്കും. അത് ഭഗവാൻ ഇത് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ സ്വയം അത് നമുക്ക് പറഞ്ഞു തരികയാണ്. വേദങ്ങളിലും എല്ലാം പറയുന്നുണ്ട് ഞാൻ പുരുഷോത്തമനാണ് എന്ന് ഭഗവാൻ സ്വയം തന്നെക്കുറിച്ച് പറയുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു അധ്യായം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. 15-ാം അധ്യായം. 15-ാം അധ്യായത്തിൽ ഭഗവാൻ സ്വയം വെളിവാക്കി, ഞാൻ ഇതാണെന്ന് ഭഗവാൻ സ്വയം വെളിവാക്കി തരുന്നതാണ് പുരുഷോത്തമ യോഗം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഈ ഒരു നമ്മളൊക്കെ ആധ്യാത്മിക ലോകത്തുനിന്ന് ഇങ്ങോട്ട് വന്നത് ഭഗവാനോട് ചെറിയ ഈർഷ്യ പുലർത്തിയിട്ടാണ്. എന്തുകൊണ്ട് ഭഗവാൻ എല്ലാ എൻജോയ്മെൻറ്റും കിട്ടുന്നു, എനിക്കും അത് കിട്ടിക്കൂടെ എന്നുള്ള ഈർഷ്യ കൊണ്ടാണ് നമ്മളെല്ലാവരും ആധ്യാത്മിക ലോകത്തുനിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ലോകത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ, ആധ്യാത്മിക ലോകത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ ഈ ഒരു മനോഭാവം മാറ്റിയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മൾ ഇസ്കോൺ പ്രസ്ഥാനത്തിൽ വന്നു, ഈ ഡിവോട്ടി കമ്മ്യൂണിറ്റിയിൽ വന്നു, ശീല പ്രഭുപാദിൻ്റെ പ്രസ്ഥാനത്തിൽ വന്നു, അതുകൊണ്ട് നമുക്കിപ്പോൾ എല്ലാം അറിയാം, ഈശ്വരനാണ് പരമദിവ്യോത്തമ പുരുഷൻ, നമ്മൾ അംശമാണ് എന്നറിയാം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ലോഡിങ് ഓവർ മെൻറ്റാലിറ്റി എപ്പോഴും ഉണ്ട്. ഞാനാണ് അധിപൻ, ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം എന്നുള്ള ആ ഒരു ലോഡിങ് ഓവർ മെൻറ്റാലിറ്റി തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യണം. അത് നമ്മൾ ക്ലിയർ ചെയ്താലേ നമുക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റൂ. എൻ്റെ കൺട്രോളിലാണ്, ഞാൻ പറയുന്നതാണ് ഫൈനല്, ഞാൻ തീരുമാനിക്കുന്ന പോലെ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കണം, മറ്റുള്ളവരെക്കാളും എനിക്ക് സ്ഥാനമാനങ്ങൾ വേണം, ഇതെല്ലാം നമ്മൾ ദൈവമാണ് എന്നുള്ള മായാവാദ സിദ്ധാന്തത്തിൻ്റെ ബഹിസ്ഫുരണങ്ങളാണ്. ശീല പ്രഭുപാദ് ആദ്യകാലത്ത് ഈ ശിഷ്യന്മാരോട് മായാവാദികൾ ഇങ്ങനെയാണ്, അതാണ്, ഇതാണൊക്കെ പറയും. അപ്പോൾ ഈ ശിഷ്യന്മാർ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ പുതുതായിട്ട് ശീല പ്രഭുപാദിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് വരുമ്പോൾ അവരിങ്ങനെ ചിന്തിക്കും, ഇതാരും ഈ മായാവാദി, ഇന്ത്യയിലുള്ള എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറേ നാളുടെ ഈ ലെക്ചേഴ്സ് കേട്ട് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ തന്നെയാണ് മായാവാദികളെന്ന് ആ ശിഷ്യന്മാർക്ക് മനസ്സിലാകുകയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലും ആ മായാവാദ ടെൻഡൻസി ഉണ്ട്. ഞാനാണ് ലോഡ് എന്നുള്ള ആ ടെൻഡൻസി. ഇവിടെ നമ്മൾ അക്ഷരാദപി ചോത്തമാന്ന് ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ എത്ര പെർഫെക്റ്റ് എത്തിയാലും, നമ്മുടെ ഹൃദയത്തിൽ എല്ലാ മാലിന്യങ്ങളും മാറിക്കഴിഞ്ഞാലും നമ്മൾ ഈശ്വരൻ്റെ അംശവും സെർവൻറ്റുമാണ് എന്നുള്ളൊരു ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ശീല പ്രഭുപാദ് പല രീതിയിൽ ശിഷ്യന്മാർക്ക് ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ചില സന്ദർഭത്തിലൊക്കെ ശിഷ്യന്മാർ ഭയങ്കര എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന മെൻറ്റാലിറ്റി വരുമ്പോൾ പ്രഭുപാദ് വളരെ രസകരമായിട്ട് തന്നെ ആ കാര്യങ്ങൾ തിരുത്തിയിട്ടുണ്ട്. അത് ഞാൻ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു തമാകൃഷ്ണ മഹാരാജിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നാച്ചുറൽ ലീഡറാണ്. അദ്ദേഹം ആര് വന്നാലും അദ്ദേഹത്തിനൊരു ഒപ്പീനിയനാണ്. തമാകൃഷ്ണ മഹാരാജ് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ മൂഡ് ഫുള്ള് ശീല പ്രഭുപാദിനെ പ്ലീസ് ചെയ്യണം എന്നാണ്. പക്ഷെ അദ്ദേഹം വിചാരിക്കുന്നത് പോലെ പ്ലീസ് ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇത്. അപ്പം ചില സന്ദർഭങ്ങളിലൊക്കെ എപ്പോഴും പ്രഭുപാദ് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ആ മൂഡിൽ നിന്ന് മാറ്റാനായിട്ട് പ്രഭുപാദ് ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ, ഒരു വട്ടം ഇങ്ങനെ പ്രഭുപാദ് ഇങ്ങനെ എന്തോ തമാകൃഷ്ണ മഹാരാജ് എന്തോ ഈ രീതിയിൽ പോയപ്പോഴത്തേക്കും പ്രഭുപാദ് പറഞ്ഞു, അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, സർവ അസ്തിത്വം അത്രയും വലിയതാണ്. അതിലൊരു ചെറിയൊരു അംശം മാത്രമേ ഭൗതിക ലോകം വരുന്നുള്ളൂ. ഭൗതിക ലോകത്തിൽ അനേകം യൂണിവേഴ്സുകളുണ്ട്. അനേക യൂണിവേഴ്സിലൊരു ചെറിയ യൂണിവേഴ്സാണ് 4 തലയുള്ള ബ്രഹ്മാവ് നയിക്കുന്ന ഈ യൂണിവേഴ്സ്. ഈ 4 തലയുള്ള ബ്രഹ്മാവ് നയിക്കുന്ന ഈ യൂണിവേഴ്സിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അതിലൊരു ചെറിയ ഗ്രഹമാണ് ഭൂമി. ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, മുഴുവൻ വെള്ളമാണ്,
കുറച്ച് സ്ഥലമാണ് ഭൂമിയുള്ളത്. ആ ഭൂമിയിൽ കുറേ ഇതുണ്ട്, ഭൂഖണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതിൽ ചെറിയ ഭൂഖണ്ഡമാണ് ഈ നോർത്ത് അമേരിക്ക വരുന്നത്. നോർത്ത് അമേരിക്കയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിലൊരു ചെറിയ സ്ഥലമാണ് ഈ ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിലൊരു ചെറിയ തെരുവാണ് നമ്മുടെ ടെമ്പിൾ ഇരിക്കുന്ന തെരുവ്. ആ തെരുവിൽ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടത്തിലൊരു ചെറിയ കെട്ടിടമാണ് നമ്മുടെ ടെമ്പിൾ. ഈ ടെമ്പിളിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരു ചെറിയ വ്യക്തിയാണ് തമാകൃഷ്ണ. പക്ഷെ അദ്ദേഹം വിചാരിക്കുന്നു ഞാനാണ് എല്ലാത്തിൻ്റെയും സെൻറ്റർ എന്ന്. പ്രഭുപാദ് ഇങ്ങനെയാണ് അദ്ദേഹത്തിനെ ഇതാക്കിയത്. അതേപോലെ തന്നെ ഒരു വട്ടം തമാകൃഷ്ണ മഹാരാജ് ഇത് ചെയ്തു. അദ്ദേഹം സങ്കീർത്തൻ പാർട്ടി ഓർഗനൈസ് ചെയ്തു, രാധാ ദാമോദർ സങ്കീർത്തൻ പാർട്ടി. അത് വലിയ രീതിയിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തു അദ്ദേഹം. അതിൽ 3 ബസ്സുകളുണ്ടായിരുന്നു. 3 ബസ്സുകളിൽ നിറച്ച് ബ്രഹ്മചാരീസിനെയും കൊണ്ട് അദ്ദേഹം ഈ ഓരോരോ ടെമ്പിളിൽ പോകുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യും. ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ടെമ്പിളിൽ സെർവ് ചെയ്യുന്ന ബ്രഹ്മചാരീസ് ഉണ്ട്. അവർക്കിത് കേൾക്കുമ്പോഴത്തേന് ഭയങ്കര സന്തോഷം. ഇങ്ങനെ ട്രാവൽ ചെയ്ത് പ്രീച്ച് ചെയ്യണം, ടെമ്പിളിൽ ഇരിക്കുന്നത് മായയാണ് എന്നൊക്കെ ഞാൻ ചിലപ്പോൾ അങ്ങനെ പറയും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഈ ബ്രഹ്മചാരീസിന് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് അവർ ടെമ്പിളിൻ്റെ സർവീസ് ഉപേക്ഷിച്ച് ഈ ഇതിൻ്റെ കൂടെ പോകും. ഇങ്ങനെ പോകുമ്പോൾ അവിടുത്തെ ടെമ്പിൾ പ്രസിഡൻസുകാർ അവർ പൊതുവെ ആ സമയത്തെല്ലാം ഗൃഹസ്ഥരായിരുന്നു. അപ്പോൾ അവർ ഇത് പ്രഭുപാദിൻ്റെ അടുത്ത് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞു. ഒരു GBC മീറ്റിങ്ങിൽ പ്രഭുപാദിൻ്റെ അടുത്ത് ഇത് വളരെ ശക്തമായിട്ട് എല്ലാവരും കൂടെ കംപ്ലൈൻറ്റ് ചെയ്തു. ഇങ്ങനെ ഈ രാധാ ദാമോദർ പാർട്ടി ഇങ്ങനെ ടെമ്പിളിലെ ബ്രഹ്മചാരീസിനെ അവരെടുത്തുകൊണ്ട് പോകുന്നു, അവർ കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഡിവോട്ടീസിനെ ഇവർ കൊണ്ടുപോകുന്നു, ഇവരിങ്ങനെ അവരുടെ സർവീസിന് വേണ്ടി കൊണ്ടുപോകുന്നു. പക്ഷേ ആ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ പാർട്ടി ഒരുപാട് ബുക്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുന്ന സമയത്ത് ശീല പ്രഭുപാദ് അവസാനം പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു. പ്രഭുപാദിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രഭുപാദ് ചോദിച്ചു, തമാകൃഷ്ണ മഹാരാജിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. അപ്പം തിരിച്ച് ഇങ്ങനെ ഓരോ ആർഗ്യുമെൻറ്റ്സ് ഇങ്ങനെ പറയുകയാണ്. ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല, ഞങ്ങൾ അവരെ ഇൻസ്പയർ ചെയ്യുന്നേ ഉള്ളൂ, അവർ ഞങ്ങളുടെ കൂടെ വരികയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. അവസാനം തമാകൃഷ്ണ മഹാരാജ് ഒരു ചെറിയ ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ അമേരിക്കയിൽ നിൽക്കും, ഞാൻ ചൈനയിലും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ നിർത്തിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തമാകൃഷ്ണ മഹാരാജ് ഇവിടെ പോയി ടെമ്പിളിൽ പ്രോഗ്രാം എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും പ്രഭുപാദിൻ്റെ സെക്രട്ടറി ഒന്ന് വിളിച്ചു. അപ്പം തന്നെ തമാകൃഷ്ണ അദ്ദേഹത്തിന് ഭയങ്കര പ്രഭുപാദിൻ്റെ മൂഡ് നല്ലപോലെ മനസ്സിലാകുന്ന ഒരു വ്യക്തിയാണ് തമാകൃഷ്ണ മഹാരാജ്. അല്ല, ആ ഡയറിയിൽ പറയുന്നത് പ്രഭുപാദിൻ്റെ പുരികം അനങ്ങിയാൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നാണ് പറയുന്നത്. അത്രയും ഒരു പ്രഭുപാദുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു ഡിവോട്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലായി. എന്നിട്ട് പ്രഭുപാദിൻ്റെ അടുത്ത് തമാകൃഷ്ണ മഹാരാജ് വന്നപ്പം പറഞ്ഞു, നീ ചൈനയിൽ പോകണം, ചൈനയിൽ പോയി പ്രീച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. തമാകൃഷ്ണ മഹാരാജ് തിരിച്ചൊരുപാട് ഞാൻ ഇത്രയും ബുക്സ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ടി ചെയ്യുന്നുണ്ട്, അതെല്ലാം പോകും പ്രഭുപാദ്, എനിക്ക് അവിടെ പോകാൻ പറ്റില്ല, അവിടെ എനിക്ക് ശരിയായിട്ടുള്ള പ്രസാദം കിട്ടില്ല എന്നുള്ള ഒരുപാട് റീസൺസ്. പിന്നെ തിരിച്ച് പ്രഭുപാദ് എന്ത് പറയുന്നതിന് തിരിച്ച് പറയാൻ തുടങ്ങി. അവസാനം പ്രഭുപാദ് പെട്ടെന്ന് ദേഷ്യമായി, ഭയങ്കര ദേഷ്യത്തിൽ പ്രഭുപാദ്. അപ്പം അതിനകത്ത് ലീലാമൃതയിൽ എഴുതിയിരുന്ന പ്രഭുപാദിൻ്റെ ചുണ്ടുകൾ ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, നിൻ്റെ എല്ലാ പ്രോഗ്രാമും ഞാൻ ഫിനിഷ് ചെയ്യാണ്, നീ ഒരു പ്രോഗ്രാമും ചെയ്യണ്ട, നീ മായാപൂർ വന്ന് അവിടെ ഇരുന്ന് ജപിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അവസാനം പ്രഭുപാദ് ഒരു തരത്തിലും മാറില്ല എന്ന് കണ്ടപ്പോൾ തമാകൃഷ്ണ സറണ്ടർ ചെയ്തു. ശ്രീയിൽ പോകാൻ ഞാൻ പോകാം, ചൈനയിൽ പോകാം എന്നുള്ള പ്രഭുപാദ്. പിന്നെ അദ്ദേഹം ഒരു കാര്യം 2-3 ഡിവോട്ടീസിനെ എനിക്ക് കൂടെ വേണം എന്നുള്ള കാര്യം പറഞ്ഞ് പ്രഭുപാദ് അത് എഗ്രി ചെയ്തു. പ്രഭുപാദ് പുറത്തിറങ്ങിയപ്പോൾ ടെമ്പിളിൽ എല്ലാവരും ഡിവോട്ടീസ് എല്ലാം താഴെ നിൽക്കുകയായിരുന്നു, താഴത്തെ ഹാളിൽ നിൽക്കുകയായിരുന്നു ഈ അവിടുത്തെ ടെമ്പിൾ പ്രസിഡന്റ് എല്ലാവരും. പ്രഭുപാദ് മോളിൽ ബാൽക്കണി വന്നിട്ട് പറഞ്ഞു, തമാകൃഷ്ണ മഹാരാജ് ഈസ് ഗോയിങ് ടു ചൈന. എല്ലാവരും ഹരി ഭയങ്കര സന്തോഷമായിരുന്നു അവിടുത്തെ എല്ലാ ടെമ്പിൾ പ്രസിഡന്റ്. ഞാൻ പറഞ്ഞു വന്നത് പ്രഭുപാദ് ആ ലോഡിങ് ഓവർ മെൻറ്റാലിറ്റിയെ ഇല്ലാതാക്കാനായിട്ട് പ്രഭുപാദ് അത്രയും ശ്രമിച്ചിരുന്നു. അപ്പം നമ്മുടെ ഉള്ളിലും അതുണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിലും ആ മായാവാദ ടെൻഡൻസി ഉണ്ട്. മായാവാദികൾ പുറത്തല്ല, നമ്മുടെ ഉള്ളിലും ഉണ്ട് എന്നുള്ളതാണ്. ഞാനാണ് കേന്ദ്രം
ഞാനാണ് സെൻറ്റർ എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പോകാം എന്നുള്ളതാണ് അതാണ് ഈ ട്രെയിനിങ്, കൃഷ്ണബോധത്തിലെ ട്രെയിനിങ്. എസ്പെഷ്യലി നമ്മുടെ സീനിയേഴ്സ് പറയുന്നത് കേൾക്കാനായിട്ട് നമുക്കൊരു മൂഡുണ്ടാവണം. ആ ഒരു മൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മായാവാദ ടെൻഡൻസിയിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് അവരെക്കാളും കുറച്ചും കൂടെ നല്ല ഐഡിയാസൊക്കെ ഉണ്ടാകും, പക്ഷേ ആ ഒരു സബ്മിസീവ് മൂഡ് നമുക്ക് വേണം. നമ്മളത് കേട്ട് ആ നിർദ്ദേശങ്ങൾ, അവർ പറയുന്ന നിർദ്ദേശങ്ങളും അവർ പറയുന്ന സേവനങ്ങളും ചെയ്യാനായിട്ട്. ചിലപ്പോൾ നമുക്ക് ലോകപരിചയം കാണും, ചിലപ്പോൾ നമ്മൾ അവരിൽ നിന്നും പ്രായം കൂടുതലായിരിക്കും, പക്ഷെ അവർ ഈ പ്രസ്ഥാനത്തിൽ നമ്മൾക്ക് മുമ്പേ വന്നതുകൊണ്ട് അവർ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു ഇത് വേണം. അത് നമുക്ക് ഇവിടെയായി ആ ട്രെയിനിങ് കിട്ടത്തുള്ളൂ. ഈ ട്രെയിനിങ് എടുത്തെടുത്ത് നമ്മുടെ ഹൃദയത്തിലുള്ള ആ ഒരു ഞാനാണ് സെൻറ്റർ എന്നുള്ള ആ ഒരു ലോഡിങ് മെൻറ്റാലിറ്റി ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് തിരിച്ച് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ആ ട്രെയിനിങ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്? എപ്പോഴാണ് നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്നത്? എന്ത് പ്രശ്നം കൊണ്ട് നമ്മൾ ഈ ആധ്യാത്മിക ലോകത്തു നിന്ന് ഭൗതിക ലോകത്തിലേക്ക് വന്നോ ആ പ്രശ്നം തീർക്കാതെ നമുക്ക് അവിടെ പോകാനും പറ്റില്ല. അപ്പം ചിലപ്പോൾ ഒരു അൺറീസണബിൾ ആയിട്ടുള്ള കാരണങ്ങളായിരിക്കും ചിലപ്പോൾ പറയുന്നത്. ചിലപ്പോൾ അവർ പറയുന്ന പ്രവൃത്തികൾക്കും അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്കും വൈരുദ്ധ്യം ഉണ്ടാകും. പക്ഷെ എന്നാലും നമ്മുടെ സബ്മിസീവ്, ഒരിക്കലും ഒരു ഗ്രഡ്ജിങ് മെൻറ്റാലിറ്റിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിദ്വേഷത്തോടുകൂടെയോ എടുക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു മുതിർന്ന ഭക്തൻ നമ്മളോട് ഒരു നിർദ്ദേശം പറയും, നമ്മൾ ആ ഒരു ഗ്രഡ്ജിങ്ങോടുകൂടി അല്ലെങ്കിൽ വാശിയോടുകൂടിയാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ അവർ വീണ്ടും നമുക്ക് ആ ഒരു നിർദ്ദേശങ്ങൾ തരാൻ അവർക്ക് മടി കാണും. നമ്മളത് സബ്മിസീവായിട്ട് എടുക്കുകയാണെങ്കിൽ അവർ വീണ്ടും നമുക്ക്, അതുകൊണ്ട് എപ്പോഴും നമുക്ക് ബെനിഫിറ്റേ ഉണ്ടാകത്തുള്ളൂ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു ഉദാഹരണമുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് ഒരു ഡിവോട്ടി വന്നു, പ്രത്യുമ്ന മിശ്ര എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, പണ്ഡിതനാണ്. അപ്പം പ്രത്യുമ്ന മിശ്ര വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് പറഞ്ഞു. അപ്പം ചൈതന്യ മഹാപ്രഭു വളരെ ഹമ്പിളായിട്ട് പറഞ്ഞു, യഥാർത്ഥത്തിൽ എനിക്ക് കൃഷ്ണനെ കുറിച്ച് അറിയില്ല, കൃഷ്ണനെ കുറിച്ച് അറിയാവുന്നത് രാമാനന്ദ റായ്ക്കാണ് എന്ന് പറഞ്ഞു. രാമാനന്ദ റായ്ക്ക് അവിടെ നിന്നാണ് ഞാൻ കൃഷ്ണനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു. രാമാനന്ദ റായ് എന്ന് വെച്ചാൽ ഒരു ഗവർണറാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഗൃഹസ്ഥനുമാണ്. അപ്പം ഇപ്പോൾ പണ്ഡിതനായ സന്യാസിയായിട്ടുള്ള പ്രത്യുമ്ന മിശ്രയോട് ആണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പം പ്രത്യുമ്ന മിശ്ര പോയിട്ട് ഇദ്ദേഹം രാമാനന്ദ റായുടെ അടുത്ത് പോയി. അപ്പോൾ ഫസ്റ്റ് ചെന്ന സമയത്ത് രാമാനന്ദ റായ് കണ്ടപ്പോൾ രാമാനന്ദ റായ് അവിടെ ഇല്ലായിരുന്നു. ഈ സർവന്റിനോട് ചോദിച്ചു അദ്ദേഹം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം സർവന്റ് പറയാണ്, രാമാനന്ദ റായ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു നാടകത്തിന് കൊച്ചു പെൺകുട്ടികളുണ്ട്, അവർക്ക് വേഷവിധാനങ്ങളും ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അവർക്ക് എങ്ങനെ ആ ഭഗവാന്റെ മൂഡനുസരിച്ച് അവർ അത് പ്ലേ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രത്യുമ്ന മിശ്രയ്ക്ക് ഒരു ചെറിയ ഡൗട്ടായി, ഇതെങ്ങനെ ഒരു വ്യക്തിയാണ് കൃഷ്ണനെക്കുറിച്ച് പറയുന്നത്? കാരണം കൊച്ചു പെൺകുട്ടികളോട് ഇതിങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഇങ്ങനെ അത് ഡാൻസ് ചെയ്യണം, ഇങ്ങനെ അവരെ കുളിപ്പിക്കുന്നു എന്ന് വരെയാണ് അതിനകത്ത് പറഞ്ഞത്. നമുക്ക് നമ്മുടെ കോൺഷ്യസ്നെസ്സിലെ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത്രയും ഹൈലി എലിവേറ്റഡ് ആയി, കാരണം രാമാനന്ദ റായെ സംബന്ധിച്ചിടത്തോളം ശരീരം എന്ന ബോധമില്ല, പൂർണ്ണമായ ആത്മീയ തലത്തിലുള്ള വ്യക്തിയാണ്. പക്ഷെ പ്രത്യുമ്ന മിശ്രയ്ക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പം അദ്ദേഹം കുറച്ച് നേരം അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം വന്ന് നമസ്കരിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ച് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ ചോദിച്ചു, ഇത് അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു അത് എക്സ്പ്ലെയിൻ ചെയ്തു. രാമാനന്ദ റായ് അല്ലാതെ തനിക്കും പറ്റില്ല, തനിക്ക് ഒരു സ്ത്രീയുടെ വേഷം ഒരു തൂണിലിട്ട് കഴിഞ്ഞാൽ തൻ്റെ മനസ്സും ഇളകും, പക്ഷേ രാമാനന്ദ റായുടെ മനസ്സ് മാറില്ല എന്നിങ്ങനെ ചൈതന്യ മഹാപ്രഭു രാമാനന്ദ റായെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനല്ലാതെ
അറിയാതെ ഇങ്ങനെ ഈ ഒരു തലത്തിൽ അദ്ദേഹത്തിന് ശാരീരിക ബോധമേ ഇല്ല. അദ്ദേഹത്തിന് പൂർണ്ണമായ ആത്മീയ തലത്തിലാണ്, പൂർണ്ണമായ ഭൗതികമായിട്ടുള്ള ഒരു ചിന്തയില്ല, ആത്മീയമായിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് ഉള്ള ഇതിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ പ്രത്യുമ്ന മിശ്രയ്ക്ക് ബോധ്യമായി. പിന്നെ അദ്ദേഹം പോയി ഭഗവാന്റെ രാമാനന്ദ റായിയുടെ അടുത്ത് പോയി കൃഷ്ണനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം എൻലൈറ്റൻഡ് ആവുകയും തിരിച്ചു വരികയും ചെയ്തു. അപ്പം ഈ ഒരു കഥ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പം നമ്മുടെ സീനിയേഴ്സിൽ നമ്മുടെ എക്സ്റ്റേണലി ഒരുപാട് പോരായ്മകൾ, തെറ്റിദ്ധാരണകൾ ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരിങ്ങനെയാണ്, അവരെങ്ങനെയാണ്, നമ്മൾ പല കേട്ടറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളെ ആ രീതിയിൽ കണ്ട് മനസ്സിലാക്കാനും എങ്ങനെയാണ് അവരെ നമ്മളിങ്ങനെ ഈ ഒരു ഗ്രൂപ്പിലുള്ള ആളാണ്, ആ ഗ്രൂപ്പിലുള്ള ആളാണ്, അവരിങ്ങനെ ചിന്തിക്കുന്ന ആളാണ്, അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്, നമ്മൾ സ്വയം അവരോട് അപരാധങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ ചിന്തിച്ച് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ എടുക്കാനും വിട്ടുപോകും. പക്ഷെ നമുക്കറിയില്ല, ഒരു വ്യക്തിയെ നമുക്ക് തിരിച്ചറിയുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്റ്റേണൽ ഇടപെടൽ കൊണ്ടല്ല, എന്താണ് ആ വ്യക്തി ചിന്തിക്കുന്നത് എന്ന് വെച്ചിട്ടാണ്, അദ്ദേഹത്തിൻ്റെ തോട്ട് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ഡിവോട്ടി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല, ഡിവോട്ടി അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. ഡിവോട്ടിയെ തിരിച്ചറിയുന്ന അദ്ദേഹത്തിൻ്റെ തോട്ട്സ് വെച്ചിട്ടാണ്, അദ്ദേഹം എന്താണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ രാമാനന്ദ റായ് എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ഭഗവാനും ഭഗവാന്റെ സേവനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മളും നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ നമുക്ക് മുന്നേ വന്ന വ്യക്തികളെല്ലാം ചിലപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ധാരണയിൽ നമ്മൾ കണ്ട് അങ്ങനെ ആവണം നമ്മുടെ ചിന്തയിൽ നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് നമുക്ക് മുമ്പ് ദീക്ഷയെടുത്ത എല്ലാവരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും അവരിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ധാരണയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഇതൊന്ന് തരാം ബ്രോ. ജസ്റ്റ് ഈ വീഡിയോ ഓണുള്ളതുകൊണ്ട് അതിങ്ങനെ തന്നാൽ മതി, ഞാൻ അടുത്ത് വയ്ക്കും. പറഞ്ഞു അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ലോഡിങ് ഓവർ മെൻറ്റാലിറ്റി അത് മാറിയാലേ നമുക്ക് തിരിച്ച് ആധ്യാത്മിക ലോകത്തിൽ എത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സബ്മിസീവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പലരും ഇൻസ്ട്രക്ഷൻ തരും. നമ്മളെല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ നമുക്ക് അവരുടെ മേഴ്സിയാണ് കിട്ടുന്നത്. ഒരു വ്യക്തി നമുക്ക് ഇൻസ്ട്രക്ഷൻ തരിക, നിങ്ങൾ ഇത് ചെയ്യുമോ അത് ചെയ്യുമോ നമ്മളോട് പറയുമ്പം ആക്ച്വലി അവരുടെ കാരുണ്യമാണ് നമുക്ക് കിട്ടുന്നത്. അവരുടെ കാരുണ്യത്തിലൂടെ ഭഗവാന്റെ മേഴ്സിയാണ് കിട്ടുന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ള ഞാനെന്ന ഭാവം ക്രമേണ ഇല്ലാതാവുകയും ഞാൻ ഈശ്വരൻ്റെ അംശമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എസ്പെഷ്യലി നമ്മുടെ KBRൽ ഒരുപാട് സന്യാസിമാരും ഉന്നതരായ ഭക്തന്മാരും വരുന്നുണ്ട്, റെഗുലർലി വരുന്നുണ്ട്. അമ്മമാജിയുടെ ഫ്ലാറ്റിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഇവർ വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും സേവനം ചെയ്യാനായിട്ട് വോളണ്ടറി ചെയ്ത് തരണം. മാത്രം ഇവിടെ വലിയ ഡിവോട്ടീസിന് മാത്രമല്ല, മറ്റ് ഭക്തന്മാർ നമ്മുടെ ടെമ്പിളിൽ വരുന്നുണ്ട്. പക്ഷേ എസ്പെഷ്യലി നമ്മുടെ ഒരു ഭാഗ്യം, KBR ഡിവോട്ടീസിൻ്റെ ഭാഗ്യം, കുറേ സീനിയേഴ്സായിട്ടുള്ളവർ ഇവിടെ വരും. അപ്പം നമ്മൾ ആരും നോക്കാതെ, ഭേദചിന്തയില്ലാതെ അവർക്കെല്ലാം സേവനം ചെയ്യാനായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി വേണം. അവരോടെല്ലാം റെസ്പെക്റ്റോടുകൂടി പെരുമാറും. നമുക്ക് മുമ്പ് 5 മിനിറ്റ് മുമ്പ് ദീക്ഷയെടുത്തവരും നമ്മുടെ സീനിയേഴ്സാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എല്ലാവരെയും കാണാം. അങ്ങനെ അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ അസോസിയേഷനും നമ്മൾ ആ സബ്മിസീവ് മെൻറ്റാലിറ്റി എടുക്കുമ്പോൾ ക്രമേണ ഞാൻ ഈശ്വരനാണ് എന്നുള്ള ആ ധാരണ ഇല്ലാതാകും. അതാണ് ശീല പ്രഭുപാദ് ഈ പ്രസ്ഥാനം തന്നിരിക്കുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദ്ദേശം. ഭക്തന്മാരുടെ അസോസിയേഷനിൽ നമുക്ക് ഈ ശ്ലോകം നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഈശ്വരൻ്റെ അംശം മാത്രമാണ്, ഞാൻ ഒരിക്കലും ഈശ്വരനാകാൻ പോകുന്നില്ല, ഈശ്വരനെ എന്നെന്നും സേവിക്കുന്നതാണ് എൻ്റേത്. അതിനാണ് ആ ഒരു ട്രെയിനിങ് തരാനാണ് നമുക്ക് ഈ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചത്. നമുക്ക് ശ്ലോകങ്ങൾ അറിയാം, നമുക്ക് ബുക്സുകളൊക്കെ വായിച്ചിട്ടുണ്ട്, എന്തെല്ലാം ക്രെഡിറ്റ്സ് നമുക്കുണ്ടെങ്കിലും നമ്മളെപ്പോഴും സബ്മിസീവായിട്ട് തന്നെ നിൽക്കുക. നമുക്ക് ചിലപ്പം എഴുതാനും വായിക്കാനും അറിയാത്തൊരു ഡിവോട്ടി ആയിരിക്കും നമ്മുടെ മുമ്പിൽ ആദ്യമായിട്ട് ദീക്ഷ എടുത്തിരിക്കുന്നത്. നമ്മൾ ചിലപ്പം ഭാഗവതവും ഭഗവത്ഗീതയും എല്ലാം മനസ്സിലാക്കിയ വ്യക്തിയായിരിക്കും, എങ്കിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ സബ്മിസീവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഏറ്റവും ഉത്തമ ഉദാഹരണം വെച്ചാൽ രൂപഗോസ്വാമിയാണ്.
രൂപഗോസ്വാമിയുടെ അടുത്ത് ഒരു ഡിവോട്ടി, എനിക്ക് ആ ജീവഗോസ്വാമി ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഓർമ്മ വരുന്നില്ല, ചൈതന്യ ചരിതാമത്തിലുള്ള ജീവഗോസ്വാമി. അപ്പം എല്ലാ നോളജ് പെർഫെക്റ്റ് നോളജായിട്ടുണ്ട് രൂപഗോസ്വാമി. പക്ഷെ രൂപഗോസ്വാമിയുടെ അടുത്ത് ദീക്ഷ എടുക്കാനായിട്ടൊരു ഡിവോട്ടി വന്നപ്പോൾ രൂപഗോസ്വാമി എന്ത് ചെയ്തെന്ന് വെച്ചാൽ സനാതന ഗോസ്വാമിയുടെ അടുത്തേക്ക് അദ്ദേഹത്തിനെ വിടുകയാണ് ചെയ്തത്. കാരണം എൻ്റെ സീനിയറാണ്, അദ്ദേഹത്തിൻ്റെ അടുത്താണ് അദ്ദേഹം പോകേണ്ടത് എന്നുള്ള ആ ഒരു ഇതിൽ വിടുകയാണ് ചെയ്തത്. അപ്പം ഈ ഒരു മെൻറ്റാലിറ്റി അറ്റ്ലീസ്റ്റ് പ്രഭുപാദ് നമുക്കിതിൽ ഒരു സേഫായിട്ടുള്ള ഒരു കാര്യം തന്നിട്ടുണ്ട്. നമുക്ക് ചിലപ്പം സീനിയോറിറ്റി ഒന്നും നമ്മൾ അവിടെ കൃഷ്ണ കോൺഷ്യസോ ആളെന്നെടുത്ത് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് മുമ്പ് ഈ പ്രസ്ഥാനത്തിന് വന്നവരും നമുക്ക് മുമ്പ് ദീക്ഷ എടുത്തവരെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സീനിയേഴ്സാണ്. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി എല്ലാം ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമുക്ക് ഗുരുവിൻ്റെ പല പല സീനിയേഴ്സും ഉണ്ട്, പക്ഷെ അവരുടെ എല്ലാ നിർദ്ദേശവും നമുക്ക് പാലിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമുക്കൊരു ഗുരുവുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് എല്ലാത്തിനും ബാലൻസ് ചെയ്ത് ചെയ്യേണ്ടത് ഗുരു നമുക്ക് നിർദ്ദേശിക്കും. ഗുരു ഉള്ളത് കൊണ്ട് ഞാൻ മറ്റാരെയും അനുസരിക്കരുത് അല്ലെങ്കിൽ മറ്റാരെയും ഗൗനിക്കരുത് എന്ന് ചിന്തിക്കാൻ പാടില്ല. ഇതിൽ വലിയൊരു തെറ്റ് വരും. കാരണം നമ്മളും ഗുരുവും മാത്രമല്ല ആധ്യാത്മിക ലോകത്തുള്ള, ആധ്യാത്മിക ലോകത്ത് എണ്ണമറ്റ ഭക്തജനങ്ങളുണ്ട്. അപ്പം എല്ലാ ഭക്തന്മാരെയും റെസ്പെക്റ്റ് ചെയ്താലേ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പം ഗുരു നമുക്ക് ഗൈഡ് ചെയ്യുകയാണ്, നമ്മളെ കറക്റ്റ് പാതയിൽ കൊണ്ടുപോവുകയാണ്. പക്ഷെ എന്ന് വെച്ച് ഞാൻ ഗുരുവിനെ മാത്രമേ അനുസരിക്കുള്ളൂ, ബാക്കി ആരെയും അനുസരിക്കില്ല എന്ന് പറയുന്നത് നമുക്കൊരു ഫാൾട്ടായിട്ട് വരും. അപ്പം ആധ്യാത്മിക ലോകത്ത് പോകണമെങ്കിൽ എല്ലാ ഭക്തന്മാരെയും കാരണം നമുക്ക് അവിടെ പോയി ഗ്രൂപ്പിസം ചെയ്യാൻ പറ്റില്ലല്ലോ, അവിടെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പം നമുക്ക് എങ്ങനെ അത് ചെയ്യാം? അപ്പം അങ്ങനെ അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ വേണം എടുക്കാൻ. അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ റെസ്പെക്റ്റ് വേണം. അതിന് ശീല പ്രഭുപാദ് എപ്പോഴും നമ്മൾ വാഞ്ചാകൽപ്പത്തെ രൂപിച്ച് അത് പറയാനായിട്ട് പറയുന്നുണ്ട്. അത് നമ്മുടെ ഉള്ളിലും വേണം. ഇങ്ങനെയാണ് ചിലപ്പോൾ നമ്മളെക്കാട്ട് ഒരുപാട് ഭൗതിക ഗുണങ്ങളൊക്കെ കുറവുള്ള വ്യക്തികളായിരിക്കും. ചിലപ്പോൾ അവർക്ക് ചില തെറ്റായ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഹൃദയം കൊണ്ടെങ്കിലും റെസ്പെക്റ്റ് ചെയ്ത് വേണം നമുക്ക്. ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് കൾട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു ശ്ലോകം നമുക്ക് എന്തെങ്കിലും റിയലൈസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇതിപ്പം വായിക്കുന്നുണ്ട്, അർത്ഥമൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാനെന്ന ഭാവം വളരെ കൂടുതലാണ്. ഞാൻ ഈശ്വരൻ്റെ അംശമാണ്, ഞാൻ ഈശ്വരനല്ല എന്നുള്ളത് നമുക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഹാർഷായിട്ട് ആരോട് ഇടപഴകാതിരിക്കുക. ഒരു പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത് Brahman is angry at you, you should return with a smiling face and pleasing attitude, smiling face and pleasing attitude. ആരെങ്കിലും നമ്മളോട് ഇൻ കേസ് ദേഷ്യപ്പെട്ട് വന്നാൽ പോലും നമ്മൾ അവരോട് ചിരിച്ചുകൊണ്ട് അവരെ പ്ലീസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഇടപഴകാൻ എന്നാണ് ശീല പ്രഭുപാദ് പറയുന്നത്. ഇത് ഈ ഒരു നോളജ് വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ട് ഈ ഒരു ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ. അറ്റ്ലീസ്റ്റ് നമുക്ക് തിയററ്റിക്കലി എങ്കിലും മനസ്സിലാക്കുക. ഈ ലോകത്ത് കാണുന്ന, ഈ ഇന്ത്യയിൽ കാണുന്ന എല്ലാം 90% ആൾക്കാരും പറയും നമ്മളെല്ലാം ഈശ്വരനാണെന്ന്. അതൊരിക്കലും ചിന്തിക്കുക പോലും ചെയ്യരുത്. അങ്ങനത്തെ അത് പൂർണ്ണമായിട്ട് ഇവിടെ നിരാകരിച്ചിരിക്കുകയാണ് ഭഗവാൻ തന്നെ. എത്ര മുക്തി എടുഞ്ഞാലും നമ്മൾ ഭഗവാന്റെ അംശമായിട്ട് തന്നെ തരും. നമ്മൾ ഒരിക്കലും ഭഗവാനായിട്ട് മാറുന്നില്ല. അങ്ങനത്തെ മായവാദ ഭാഷ്യങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കുക. അങ്ങനെയുള്ള സ്ഥലത്ത് അറിഞ്ഞോ അറിയാതെയോ പോലും വെറുതെ നമ്മൾ ചെവി വെച്ച് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു അതിന് നമുക്ക് എത്താനുള്ള വഴി നമുക്ക് സബ്മിസീവായിട്ട് സർവ് ചെയ്യുന്നത് വഴിയാണ് നമുക്കത് എത്താനായിട്ട്. ഇത് നമ്മളെ ഒരു പിടിച്ച് ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് ചിന്തിക്കരുത്. എൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തിലുള്ള ആ അസുഖത്തെ ഇല്ലാതാക്കാനുള്ള ഒരു വഴിയായിട്ട് എടുക്കുക. ഞാൻ ഹമ്പിളായിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നതും അവരിൽ നിന്ന് നിർദ്ദേശം എടുക്കുന്നതും ഞാൻ എപ്പോഴും എനിക്ക് എല്ലാവരും എന്നോട് പറയും, എനിക്ക് ആരോടും പറയാനൊന്നുമില്ല, എനിക്ക് അധികാരം കാണിക്കാനില്ല എന്നൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ഹമ്പിളായിട്ടിരുന്നു കഴിഞ്ഞാൽ ആ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന ആ ഒരു ഞാനെന്ന ഭാവം, ഞാൻ ദൈവമാണെന്നുള്ള ഭാവം, അതെല്ലാവരുടെ ഹൃദയം, നമ്മുടെ എല്ലാം പറയുന്ന എൻ്റെ ഹൃദയത്തിലാണ്. അപ്പം അത് ഇല്ലാതായിത്തീരും. അതിന് ട്രെയിനിങ്ങാണ് ഈ പ്രസ്ഥാനം നമുക്ക് ഏറ്റവും മഹത്തമായിട്ട് തരുന്നത്. അപ്പം അത് നമ്മൾ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ What is the real equality?
എന്താണ് യഥാർത്ഥ സമത്വം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമത്വം എന്ന് പറഞ്ഞാൽ ജീവാത്മാക്കൾ തമ്മിൽ സമത്വമുണ്ട്, ഭഗവാന്റെ ഗുണങ്ങളും തമ്മിൽ സമത്വമാണ്. പക്ഷെ ഒരിക്കലും ഭഗവാനുമായിട്ട് നമ്മൾ അളവിനൊന്നല്ല. ഒരേ സമയം തന്നെ ഭഗവാന്റെ ഗുണങ്ങൾ നമ്മൾ പേറുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും ഭഗവാന് തുല്യരല്ല. തുല്യത പറയുന്നത് നമ്മൾ ഈ ജീവാത്മാക്കൾക്കിടയിലാണ്. ഭഗവാന് രണ്ട് ഇതാണ് ശക്തികളാണുള്ളത്, ആത്മീയ ശക്തിയും ഭൗതിക ശക്തിയും. ആത്മീയ ശക്തിയിൽ ഉള്ളവരാണ് നമ്മളെല്ലാവരും. നമ്മളും ഭഗവാന്റെ വിസ്തരണങ്ങളെല്ലാം ഭഗവാന്റെ ആത്മീയ ശക്തിയിലുള്ളതാണ്. ഭൗതിക ശക്തിയിലുള്ളതെന്ന് വെച്ചാൽ ഭൗതിക പ്രകൃതിയാണ്, ജഡവസ്തുക്കളാണ് ഭൗതിക പ്രകൃതി. അപ്പോൾ ആത്മീയ ശക്തിയിലുള്ളവർക്കെല്ലാം ഗുണങ്ങളുണ്ട്, പക്ഷെ അവരുടെ അളവിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഭഗവാനിൽ നിന്ന് വന്ന ഫസ്റ്റ് എക്സ്പാൻഷൻ ബലരാമനായിരിക്കും ഭഗവാന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള എക്സ്പാൻഷൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയാണ് ഈ വിഷ്ണുമൂർത്തികളൊക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ വളരെ ചെറിയൊരു അംശമാണ് നമ്മളെല്ലാവരും. പിന്നെ ഭഗവാന്റെ തന്നെ ബ്രഹ്മസംഹിതയിൽ പറയുന്നത് ഹാലോ ഓഫ് ദ ഷാഡോ ഓഫ് ഭഗവാന്റെ ഹാലോ എന്ന് വെച്ചാൽ ഭഗവാന്റെ ഒരു ശക്തി അത് സെപ്പറേറ്റഡ് ആണ്. അത് ഭൗതികമായിട്ടുള്ള എനർജിയുമായിട്ട് ഇടപഴകുമ്പോഴാണ് അത് ശിവ ആയിട്ട് മാറുന്നത്. അതായത് സംഘർഷണമൂർത്തിയുടെ ഒരു എക്സ്പാൻഷനാണ് ഈ ലോർഡ് ശിവയായിട്ട് വരുന്നത്. അത് മെറ്റീരിയൽ എനർജിയുമായിട്ടുള്ള ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഭഗവാൻ ഒരിക്കലും മെറ്റീരിയൽ എനർജിയായിട്ട് ഇൻട്രാക്ട് ചെയ്യത്തില്ല. ഭഗവാൻ പൂർണ്ണമായിട്ട് മെറ്റീരിയൽ എനർജിയിൽ നിന്ന് മാറില്ല, ട്രാൻസ്ജെൻഡലാണ്. അതുകൊണ്ട് ഭഗവാന്റെ എക്സ്പാൻഷനായിട്ടുള്ള സംഘർഷണമൂർത്തിയും ഇടപെടത്തില്ല. പക്ഷെ സംഘർഷണമൂർത്തിയുടെ ഹാലോ ആണ് രുദ്ര എന്ന് പറയുന്നത്. ആ രുദ്ര മെറ്റീരിയൽ എനർജിയായിട്ട് ദുർഗയുമായിട്ട് ഇടപെടും. അതുകൊണ്ടാണ് ശിവൻ നമ്മുടെ അച്ഛനും ദുർഗാദേവി നമ്മുടെ അമ്മയുമായിട്ട് പറയുന്നത്. അവരുടെ ആ കോഞ്ചുകൾ ഇതിലാണ് ഈ ഭൗതിക പ്രകൃതിയിൽ ഈ ജീവാത്മാക്കളെല്ലാം വന്നു ചേരുന്നത്. പക്ഷെ ഭഗവാൻ അതിൽ നിന്നെല്ലാം ട്രാൻസ്ജെൻഡറാണ്. ഭഗവാന്റെ എക്സ്പാൻഷനായിട്ടുള്ള സംഘർഷണമൂർത്തിയും ട്രാൻസ്ജെൻഡറാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹാലോ ആയിരുന്നു രുദ്ര. അപ്പം അതൊന്നും പക്ഷെ ഈക്വാലിറ്റി പറയുന്നത് ജീവാത്മാക്കളെല്ലാം ഈക്വലാണ്, ഈക്വൽ പൊട്ടൻസിയാണ് അവർക്കെല്ലാവരും. പക്ഷെ നമ്മളൊരിക്കലും ഈ ശിവനായിട്ടോ സംഘർഷണമൂർത്തിയായിട്ടോ ബലരാമനായിട്ടോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ വ്യത്യാസം. ചോദിച്ചത് 99% ആൾക്കാരും മായാവാദ സിദ്ധാന്തത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ ചിന്തിക്കുന്നത്. അവർ ഭഗവത്ഗീത വായിച്ചിട്ടില്ലേ എന്നുള്ളതാണ്. ഒന്ന്, നമ്മളെല്ലാം ഭൗതിക ലോകത്തിൽ വന്നവരെല്ലാം ഭഗവാനാണ് എന്നുള്ള ധാരണയിലാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. നമ്മുടെ ഭൂരിപക്ഷം ആൾക്കാർ നമ്മൾ വന്നത്, നമ്മളും ഈ മെറ്റീരിയൽ വേൾഡിൽ വന്നിരിക്കുന്നത് ഞാൻ ഭഗവാനാണ്, ഞാനാണ് ലോഡ് എന്നുള്ള ചിന്താഗതിയിലാണ്. ഒരു ജയിലിൽ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷവും ക്രിമിനൽസ് ആയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികൾ അവർ ആത്മീയത എടുക്കുമ്പോൾ പോലും അതിന് പെർവേർട്ടഡ് ആയിട്ടുള്ള ഇത് തീർച്ചയായിട്ടും അതിനകത്തുണ്ടാകും. ആ പ്യൂരിറ്റിയിൽ എടുക്കാനായിട്ട് അവർക്ക് പെട്ടെന്ന് പറ്റണമെന്നില്ല. അപ്പം ശങ്കരാചാര്യർ വന്നിരിക്കുന്നത് പൂർണ്ണമായ എത്തിസത്തിലേക്ക് പോയ ആൾക്കാരെ ക്രമേണ തിരിച്ച് ആത്മീയ വിധാനത്തിലേക്ക് കൊണ്ടുവരാനാണ്. ശിവൻ പറയുന്നത്, ബുദ്ധൻ പറയുന്നത്, നിങ്ങളിങ്ങനെ വേദങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യരുത്, വേദങ്ങളുടെ പുറകെ പോകണ്ട, നിങ്ങൾ ഒന്നിനെ ഹിംസിക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോയി എല്ലാം നിരീശ്വരവാദത്തിൽ തീർന്നപ്പം ഭഗവാൻ ശിവനെ അയച്ചു. ശിവനെ കൊണ്ടുവന്നിട്ട് ഒരു അക്ഷശാസ്ത്രം എന്നാണ് പറയുന്നത്. ശിവൻ തന്നെ പാർവതി ദേവിയോട് അക്ഷശാസ്ത്രം എന്നാണ് പറയുന്നത്. അതായത് തെറ്റായ ശാസ്ത്രം അല്ലെങ്കിൽ പെർവേർട്ടഡ് ആയിട്ടുള്ള ശാസ്ത്രം പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതായത് എല്ലാം സീറോ എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. എല്ലാം ശൂന്യത. നമ്മൾ എന്തെങ്കിലും ക്രൂരത ചെയ്താൽ നമുക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് നിങ്ങൾ വേദങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, നിങ്ങൾ നിർവ്വാണത്തെ
കുറിച്ച് ആലോചിക്കുക, സീറോ ആക്കുക, എല്ലാം സീറോ ആക്കുക, കർമ്മം എല്ലാം സീറോ ആക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയുള്ള എല്ലാ നിരീശ്വരവാദത്തിലേക്ക് പോയ ആൾക്കാരെ തിരിച്ച് വൈദിക വിധാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ശിവഭഗവാൻ വന്നത്. ശിവഭഗവാൻ ശങ്കരാചാര്യരായിട്ട് അവതരിച്ച് അതിന് ഒരു ചെറിയൊരു മാറ്റം കൊടുത്ത് എല്ലാം സീറോ അല്ല, എല്ലാം ഒന്നാണ്, എല്ലാം ഒന്നാണ് എന്നുള്ള. അപ്പോൾ വേദങ്ങൾ പാലിക്കേണ്ട എല്ലാം നിരീശ്വരവാദം പറഞ്ഞ ആൾക്കാരോട് നീ ഈശ്വരനെ ആരാധിക്കണം, നീ തന്നെ ഈശ്വരനാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ആൾക്കാരെ വൈദിക സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ് ശങ്കരാചാര്യം. അപ്പം ഭൂരിപക്ഷം കൃതികളും ശങ്കരാചാര്യ ഭാഷ്യത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പം അതെല്ലാം ഒരു തരത്തിൽ നമ്മൾ ഈശ്വരനാണ് എന്നുള്ള ബോധത്തിലാണ് കൊണ്ടുവന്നത്. പിന്നെ അത് ജനങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഫിലോസഫിയാണ്. ഞാൻ ഈശ്വരനാണെന്ന് ആരെങ്കിലും പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഈശ്വരനെ സറണ്ടർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പ്രഭുപാദ് തന്നെ ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ പറഞ്ഞത് വിദേശത്തും ഇന്ത്യയിലുമുള്ള മിക്ക ഭാഷ്യങ്ങളും ഭഗവത്ഗീതയുടെ യഥാർത്ഥ ഉദ്ദേശം പറയുന്നില്ല. ഇതിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പ്രഭുപാദ് പറയുന്നുണ്ട്, എഴുതുന്നതിന് തുടക്കത്തിൽ ആമുഖത്തിലാണ് ഒരു ലേഡി വന്നിട്ട് ഒരു ഭഗവത്ഗീതയുടെ ഭാഷ്യം ചോദിച്ചപ്പോൾ പ്രഭുപാദ് ഇങ്ങനെ പറയുന്നത് ആ വേർഡ്സ് വായിക്കാൻ വേണ്ടി ഈയിടെ ഒരു അമേരിക്കൻ വനിത ഭഗവത്ഗീതയുടെ തർജ്ജിമ നിർദ്ദേശിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. അമേരിക്കയിൽ ഭഗവത്ഗീതയ്ക്ക് ഒരുപാട് ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളുണ്ട്, തീർച്ച. എന്നാൽ ഞാൻ കണ്ടിടത്തോളം അമേരിക്കയിൽ എന്നല്ല ഇന്ത്യയിൽ പോലും ലഭ്യമായവയൊന്നും ആധികാരികമെന്ന് കൃത്യമായി പറയാൻ വയ്യ. കാരണം അവയിൽ മിക്കതും വ്യാഖ്യാതാവ് യഥാർത്ഥ രൂപത്തിലുള്ള ഭഗവത്ഗീതയുടെ ആത്മാവിനെ സ്പർശിക്കാതെ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശീല പ്രഭുപാദ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മിക്ക ഭഗവത്ഗീതകളിലും ഭഗവാൻ പറയുന്ന യഥാർത്ഥ ഉദ്ദേശം ഈ ശ്ലോകത്തിനൊക്കെ അവർ നേരെ തിരിച്ചായിരിക്കും വ്യാഖ്യാനം കൊടുത്തേക്കുന്നത്, ഭഗവാന്റെ യഥാർത്ഥ ഉദ്ദേശമാണ്. അതുകൊണ്ട് അവരത് വായിച്ചാൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാക്കില്ല. പ്രഭുപാദ് വേറെന്തെങ്കിലും പറഞ്ഞു, ഒരു ഭക്തനെ തിരിച്ചറിയുന്നത് അവരുടെ ചിന്തകളിലൂടെയാണ്. ഒരു രണ്ടാമത്തെ ഒരാൾക്ക് എങ്ങനെ ഒരു വ്യക്തിയുടെ ചിന്തകൾ മനസ്സിലാക്കാൻ പറ്റും, അത് അവരുടെ പ്രവൃത്തിയാണ്. ഒരാളുടെ ചിന്ത, അതായത് മറ്റ് പലതും നമുക്ക് ഒരു ഫേക്ക് ചെയ്യാൻ പറ്റുമ്പോൾ, ഇപ്പം ഞാനിപ്പം ഒരുപാട് ലെക്ചേഴ്സ് പഠിച്ച് പ്രഭുപാദിൻ്റെ ലെക്ചേഴ്സൊക്കെ പഠിച്ച് വന്നിട്ട് എനിക്കാണെങ്കിൽ ഇവിടെ അതേപോലെ ലെക്ചർ കൊടുക്കാൻ പറ്റും. അപ്പം കേൾക്കുന്നവർ വിചാരിക്കും ഞാൻ അത്രയും ഹൈലി റിയലൈസ്ഡ് പേഴ്സണാണ്, പ്രഭുപാദിൻ്റെ റിയലൈസേഷനൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചിലപ്പം ക്ഷേത്രത്തിൽ പോയി വലിയ സേവനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ആൾക്കാർ വിചാരിക്കും ഞാനൊരു ഉയർന്ന ഭക്തനാണ്, സേവനം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മുടെ ചിന്ത ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കണമെന്നില്ല, എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയായിരിക്കും. അപ്പം ഒരാൾ കോൺസ്റ്റൻ്റ്ലി എന്താണ് ചിന്തിക്കുന്നത് എന്നതാണ് ആ വ്യക്തിയുടെ മുഖമുദ്രയായിട്ട് വരുന്നത്. എന്താണ് ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ
ഇത് ബാക്കി പല കാര്യങ്ങളും കുറച്ച് നാൾ ചെയ്യും, കുറച്ച് നാൾ അത് നമ്മൾ ചിലപ്പം ചെയ്യും, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതൊക്കെ വിട്ടു പോകും, അങ്ങനെയൊക്കെ വരാം. പക്ഷെ ഒരാൾ എപ്പോഴും ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈശ്വരൻ മറ്റെല്ലാവർക്കും, നമ്മൾ ആധ്യാത്മിക ആചാര്യന്മാരെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും. അവരൊക്കെ എപ്പോഴും എല്ലാവർക്കും എങ്ങനെ ഭക്തി കിട്ടണമെന്നാണ് അവരുടെ ചിന്തിക്കുന്നത്. ഇതെല്ലാം അവരുടെ ചിന്ത എല്ലാം അങ്ങനെയാണ്. ശീല പ്രഭുപാദ് ഒരു ഇതിൽ പറയുന്നുണ്ട്, എ കൃഷ്ണ കോൺഷ്യസ്, ഭാഗവത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണ കോൺഷ്യസ് ബീയിങ് ഈസ് ആൾവേസ് വില്ലിങ് ആൻഡ് പ്ലാനിങ് ടു മേക്ക് ദ ഹോൾ വേൾഡ് കൃഷ്ണ കോൺഷ്യസ്. അത് എപ്പോഴും പ്ലാൻ ചെയ്യുക, തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഈ ലോകത്തിൽ കൃഷ്ണാബോധം എത്തിക്കാമെന്നുള്ളത്. അപ്പം അതാണ് ഒരു ഭക്തൻ. അപ്പം നമുക്കും അങ്ങനത്തെ ഭക്തന്മാരെ തിരിച്ചറിയണമെങ്കിൽ നമ്മളും അതേപോലെ ചിന്തിച്ചാൽ മാത്രമേ നമുക്കും അവരെ തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. നമ്മളും എപ്പോഴും അങ്ങനെ തന്നെ ചിന്തിക്കണം, എനിക്ക് കൃഷ്ണാബോധത്തിലെത്താൻ പറ്റും, എനിക്കെങ്ങനെ മറ്റുള്ളവർക്ക് കൃഷ്ണാബോധം കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മളും കോൺസ്റ്റൻ്റ്ലി ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ക്രമേണ നമുക്ക് അങ്ങനെയുള്ള ഒരേ വേവ് ലെങ്തിലുള്ള വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റും. മാതാജി സ്നാനം തോന്നുന്നു. വേറൊന്നുമില്ലെങ്കിൽ ഭഗവത്ഗീത ശ്രീല പ്രഭുപാദ ഇന്ന് നമുക്ക് പ്രസാദം തന്നിരിക്കുന്നത് ഹർ ഗ്രേസ് ഗൗരപ്രിയമാജി, ഹിസ് ഗ്രേസ് ഷംഭുജ പ്രഭുവാണ്. അവരുടെ ആത്മീയ പുരോഗതിക്കും അവരുടെ ആയുരാരോഗ്യത്തിനും എല്ലാം വേണ്ടി നമുക്ക് 3 വട്ടം ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രാർത്ഥിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ